ഹായ് ഓൾ. അപ്പം നമ്മളിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂണ് നടത്തിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അറിഞ്ഞതും ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞതുമായ കാര്യങ്ങൾ. അപ്പോൾ പുതിയ അമ്മമാർ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂണ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അറിയാത്തവരോ കൺഫ്യൂഷനോ ഉള്ളവരുണ്ടെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ ചെന്ന ഉടനെ തന്നെ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് ചോറൂണ് കൊടുക്കുന്നതിൻ്റെ റെസിപ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് 100 രൂപയാണ് വന്നത്. പിന്നെ അതിനൊപ്പം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണൊന്നും അലൗഡ് അല്ലല്ലോ അകത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കണമല്ലോ. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് 10 ഫോട്ടോസിന് 200 രൂപ അങ്ങനെയാണ് ആയത്. അപ്പോൾ ഈ 2 റെസിപ്റ്റും കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം. സാധാരണ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്യൂ ഒക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് അകത്തേക്ക് കയറുന്ന പോലെയല്ല, നമുക്ക് പടിഞ്ഞാറേ നടയിലൂടെയാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ വന്ന എല്ലാവർക്കും അകത്തേക്ക് കയറാം. നമ്മൾ പായസമൊക്കെ വാങ്ങുന്ന ഭാഗമുണ്ടല്ലോ, ദേവിയുടെ നടയുടെ ബാക്ക് സൈഡിലായിട്ട്, അവിടെ മുകളിലായിട്ടാണ് ചോറ് കൊടുക്കൽ നടത്തുന്നത്. അപ്പോൾ നമുക്ക് വന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ചോറ് കൊടുക്കൽ, ഉണ്ണിക്ക് ചോറ് കൊടുത്തായിരുന്നു. ചോറ് കൊടുക്കൽ നടത്തി. ചോറും കറികളും പായസവും പഴവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു തൊട്ടിലുണ്ടായിരുന്നു. ആ തൊട്ടിലിൽ കിടത്തി പൂജാരി എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അനുഗ്രഹമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അയ്യപ്പൻ്റെ നടയുള്ള ഭാഗമുണ്ടല്ലോ തെക്ക് വശത്തായിട്ട്, അതിലൂടെ നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും അച്ഛനും മാത്രം 3 പേർക്ക് മാത്രം ശ്രീകോവിലിനകത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. 3 പേർക്ക് മാത്രമാണ് അത് അലൗഡ് ആയിട്ടുള്ളത്. അപ്പം അമ്മയും കുഞ്ഞും അച്ഛനുമാണ് കയറിയത്. അപ്പം ഞങ്ങൾ 3 പേരും അതിലൂടെ അതിലേ വരുന്ന ക്യൂവിലേക്ക് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ്ലി. പക്ഷേ അതിന് നല്ല കരച്ചിലായതുകൊണ്ട് ഞങ്ങൾക്ക് അതിലും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നേരെ പെട്ടെന്ന് തന്നെ ശ്രീകോവിലിൽ കയറി പ്രാർത്ഥിച്ചു ഇറങ്ങി. പിന്നീട് തുലാഭാരമായിരുന്നു. തുലാഭാരം നമ്മൾ ആദ്യമേ നേർന്നിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ തന്നെ കദളിപ്പഴമായിരുന്നു നമ്മൾ നേർന്നത്. അത് കിലോ 30 രൂപ എന്തോ ആയിരുന്നു കേട്ടോ വന്നത്. എനിക്ക് അങ്ങനെയാണ് ഒരു ഓർമ്മ. പിന്നെ നമ്മൾ പറഞ്ഞത് കൃഷ്ണനാട്ടം വഴിപാടിൻ്റെ വിശേഷങ്ങളാണല്ലോ. കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതൊരു ആർട്ട് പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മൾ കഥകളിയൊക്കെ കാണും പോലെയുള്ള ഒരു പെർഫോമൻസ് ആണത്, ഒരു വഴിപാടാണത്. അപ്പം അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വഴിപാടുകൾ ആൾക്കാർ നേരുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞാവാൻ വൈകിയത് കൊണ്ട് ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം വഴിപാട് നേർന്നാൽ മതി, കുഞ്ഞാവുകയാണെങ്കിൽ നമ്മൾ നൽകാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നേർച്ചയുണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ കൃഷ്ണനാട്ടത്തിൽ അവതാരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വഴിപാടായിട്ട് കൊടുത്തത്. അതായത് നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നത്, കൃഷ്ണൻ്റെ അവതാരം, അത് ജനിക്കുന്ന ഭാഗം, ആ ഒരു ഭാഗമാണ് നമ്മൾ കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് ഈ കൃഷ്ണനാട്ടം വഴിപാടിൽ നേരുന്നത് കേട്ടോ. പല പല ആവശ്യങ്ങൾക്കുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങളുള്ളവർ, കൃഷി ചെയ്യുന്നവർക്ക്, അസുഖങ്ങളുള്ളവർക്ക്, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഈ കൃഷ്ണനാട്ടം വഴിപാടുകൾ പല പെർഫോമൻസ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വഴിപാട് നടത്തുന്നത് എല്ലാ മാസവും 25-ാം തീയതികളിലാണ്. ഇത് 3000 രൂപ സംതിങ് ആണ് കേട്ടോ ആയത്. ഓരോന്നിനും ഓരോ റേറ്റാണ്. നേരത്തെ ബുക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളത് കാണാനും ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. നേർച്ച നേർന്നവരല്ലാതെ അത് കാണാൻ വേണ്ടി മാത്രമായാലും കാഴ്ചക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കോ ഭക്ഷണമോ കയ്യിലുണ്ടെങ്കിൽ കരുതാം, അലൗഡ് ആണ് കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.